ഓളെ വീഡിയോ കണ്ടതൊന്നും മണാലി പോവാണ്. നമ്മുടെ കാസർഗോഡ് വരെ പോവാണ്. കാസർഗോഡ് സ്പെഷ്യൽ പള്ളിക്കറിയാണ്, ബീഫ് പള്ളിക്കറിയാണ് അല്ലേ പപ്പ? സൂപ്പർ. ഞങ്ങളിത് ഫുള്ളൊരു മഞ്ഞ കോംബോ ആണ് കേട്ടോ. മഞ്ഞ ഫുള്ള് എല്ലാവരും മഞ്ഞ ഡ്രസ്സാണ്. പറയിപ്പിക്കാനായിട്ട് 2-3 കുപ്പി കൈക്കലും പിടിച്ചേക്കാണ്. ഉമ്മാന്റെ കയ്യിലെന്താ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ ഇന്ന് 16-ാം തീയതി കാസർഗോഡ് പോവാണ്. അവിടെ കല്യാണം ഉണ്ട്. അപ്പം ബാക്കി വസിക്കാക്ക പറയുങ്ങളില്ലായിട്ട് ഒരു സുഖമില്ല. അയ്യോ, പോണത് കാറിനല്ല ട്രെയിനാണ്. ജുബി ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിനിന് പോണത്. ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട് ട്രെയിൻ. പിന്നെ ഫ്ലൈറ്റ് അല്ലേ ഇത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. കാറിൽ പോണ മാതിരി തന്നെ. എന്തായാലും നമുക്ക് ഇറങ്ങി. ഞങ്ങൾ രാവിലെ തന്നെ മാറ്റി കുളിച്ച് ഫ്രഷ് ആയി. അതെ, വാങ്ങിപ്പിച്ചതാ. ട്രെയിനില് ഇടുമ്പോ കുറച്ചൊരു ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സ് ഇടണ്ടേ. ഫിറ്റ് ഉള്ളത്. പാവം കുട്ടിയാണൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. ഞങ്ങൾ ഇറങ്ങാണ്. ബാഗൊക്കെ പപ്പ കൊണ്ടുപോയിക്കണം. ഇപ്പൊ എന്റെ ഒരു ബാഗും പിന്നെ എന്റെ കുറച്ച് മേക്കപ്പ് സാധനത്തിനുള്ള ബാഗും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ബാസിക്കാക്ക് പിടിക്കും. എങ്ങനെ? ഇതന്നെ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ അവള് ഞാൻ ജുബിയുടെ ഫസ്റ്റത്തെ ട്രെയിൻ യാത്ര. ഓളെ വീഡിയോ കണ്ടതൊന്നും മണാലി പോവാണ്. നമ്മുടെ കാസർഗോഡ് വരെ പോവാണ്. ഞാൻ അടുത്തത് മണാലി പോവും. ഞാൻ എന്റെ കുട്ടി ഒറ്റക്ക് അങ്ങനെ നമ്മളെ ട്രെയിൻ വന്നേക്കുന്നേ. ട്രെയിൻ കയറാൻ റെഡിയല്ല? രസമില്ലാന്നോ? പേടില്ല എന്നാണ് പറയാൻ വന്നത്, പിന്നെ രസമില്ലാന്ന്. അങ്ങനെ ഗൈസ് നമ്മൾ കാസർഗോഡ് എത്തി. നല്ല പോയി. രണ്ട് നല്ല ഉറക്കായിരുന്നു കേട്ടോ. ഞാനും ഇനി ആരും അസ്ലം മാപ്പല്ലേ പപ്പ വരുന്നേ? പപ്പയുടെ അനിയൻ വരും കേട്ടോ നമ്മൾ പിക്ക് ചെയ്യാന്. ഞാനോ? ജുബി ഇരുന്നോട്ടെ. അങ്ങനെ നമ്മൾ എവിടെ എത്തി? നമ്മള് പപ്പന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് പപ്പയുടെ ഫ്രണ്ട്, ഇതാണ് പപ്പയുടെ അനിയൻ. ഓക്കെ, അപ്പൊ പപ്പയുടെ ഫ്രണ്ടിന്റെ സ്പെഷ്യൽ ആണ് നമ്മൾ ഫുള്ള് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ന് ഫുള്ള് നമ്മളെ അലിന്റെ ഫുഡാണ്. നമ്മളെ അലിക്ക് അടിപൊളി കാറ്ററിങ് ചെയ്യുന്ന ആളാണ് കേട്ടോ. നിങ്ങളെ കാറ്ററിംഗിന്റെ പേരില്ല കാറ്ററിംഗ് ആണ് കേട്ടോ. അപ്പൊ വേണ്ടവർക്ക് അലിയക്കാനെ കോണ്ടാക്ട് ചെയ്യാൻ അടിയിൽ നമ്മൾ. ഇപ്പോഴല്ല, അതെ, ആ വ്യത്യാസം ഉണ്ട്. അല്ല, ഏകദേശം അലീനെ അറിയാത്ത ആൾക്കാർ കാസർഗോഡ് ആരും ഉണ്ടാവില്ല. അലി ഇവിടെ എല്ലാവർക്കും അറിയാം. എന്താ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. എന്റെ കുട്ടി വന്നപ്പോ തുടങ്ങിയതാ ഫുഡിന് കാത്തിരിക്കല്. പാവാണ്. കുക്കിംഗ് ഉണ്ടാക്കിയത് ഇതൊക്കെ അല്ലെ, ലൈവാണ് സാധനം. അല്ല, ഇതെന്തിനു സാധനം? ചിക്കൻ ഹൈദരാബാദി ബിരിയാണി. ഹൈദരാബാദി. ഞങ്ങള് പണ്ട് ദുബായിലൊക്കെ പോകുമ്പോ അലീനോട് പറയും ഒരു 2 കിലോ ബീഫ് 3 കിലോ ബീഫ് ഉണ്ടായി. നിങ്ങൾ മലയാളം പറയും. ഇങ്ങനെ പറഞ്ഞ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവില്ല. ഞങ്ങൾ മലപ്പുറക്കാരാണ് ഫുള്ള്. ഇതെന്തായിരുന്നു സാധനം? ഇത് ബീഫ് സുക്ക. സുക്ക നമ്മൾ നെയ്ച്ചോറിനുള്ള ബീഫിലേക്ക് സുക്ക വെച്ചിട്ടാണ് ബീഫ് സുക്ക ഉണ്ടാക്കി. വീഡിയോ എടുക്കണ്ടായിരുന്നു. ബീഫ് സുക്ക ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇല്ല? ഇത് മറ്റേ കാസർഗോഡ് സ്റ്റൈലാണ്. കാസർഗോഡ് അവിടെ വേറെ എന്താണ് സാധനം? എന്താണ് സ്പെഷ്യലാണ്? മധുരലാണെങ്കിൽ എപ്പോ ഇങ്ങോട്ട് വരാം. ഇതാണ് അടുത്ത സ്പെഷ്യൽ. ഇതെന്താണ് സ്പെഷ്യൽ? ചിക്കൻ പൊരിച്ചത് കേട്ടോ. വെറൈറ്റി ആണ്. ഓക്കെ,
അപ്പൊ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഫുഡ് റെഡിയാണ് കേട്ടോ. അടിപൊളി ബിരിയാണിയാണ്. ഇതിന്റെ സ്മെല്ല് ഇപ്പൊ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചില്ല. ഹൈദരാബാദി ബിരിയാണിയാണ്. കാണാൻ തന്നെ ഇതിന്റെ സ്മെല്ല് തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ചിക്കൻ പൊരിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും മുന്നേ കയറി കുത്തുന്നുണ്ട് കാരണം വിശപ്പ് സഹിക്കാൻ വയ്യ. പപ്പ അതാ ചെയറൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാനാണല്ലോ മെയിൻ, ഞാൻ സെൻറ്ററിലായിരിക്കില്ല. പപ്പ അയ്യോ ഹലോ ബാ. എല്ലാവരും ഒന്ന് ഉറങ്ങി എണീറ്റിട്ടോ ആ യാത്ര ക്ഷീണം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഇമ്മ ഇമ്മ നിങ്ങൾ ഉണ്ടാക്കിയ ഇങ്ങൊക്കെ നല്ല ഉറക്കായിരുന്നിട്ട് അത്താത്താനൊന്നും പണിയിൽ പോലും ഹെൽപ്പ് ചെയ്തില്ല. ഒന്നാമത് ഇവരെ ടേസ്റ്റ് വേറെയാണ്. അപ്പൊ ഉമ്മ ഹെൽപ്പ് ചെയ്യേണ്ട അവല് സമ്മതിക്കുന്നില്ല. ഓക്കെ, അതാ ഇതാണ് പപ്പന്റെ സ്ഥിരം സ്വഭാവം. എങ്ങനെയുണ്ട് റിവ്യൂ? സൂപ്പർ അല്ലേ? അവർക്ക് കാറ്ററിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് പരിചയമുള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഫുഡിന്. ഒരു ഐറ്റം കൂടി വന്നിട്ടുണ്ട്. എന്താണ് നെയ്ച്ചോറും ബീഫ്. അത് പള്ളിക്കറി, ബീഫ് പള്ളിക്കറി. കാസർഗോഡ് സ്പെഷ്യൽ ബീഫ് പള്ളിക്കറിയാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഒന്നും പറയാനില്ല, റൈസൊക്കെ വേറെ ലെവൽ കേട്ടോ. പപ്പ പറഞ്ഞവർ കാസർഗോഡ് സ്പെഷ്യൽ പള്ളിക്കറിയാണ്, ബീഫ് പള്ളിക്കറിയാണ് അല്ലേ പപ്പ? സൂപ്പർ. അപ്പൊ നമ്മള് പപ്പന്റെ അനിയന്റെ വീട്ടിൽ തിരിച്ചെത്തിക്കുകയാണ്. ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാരണം ഇന്ന് നമുക്കൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട്. ഉമ്മ അങ്ങോട്ട് വരാൻ പറ്റുമോ? ഓക്കെ, അതാ കണ്ടല്ലോ ഹലുവിന്റെ കോസ്റ്റ്യൂം അതാണ്. നല്ല അടിപൊളി കോസ്റ്റ്യൂം തന്നെയാണ്. ഇനി എൻ്റെ ഫുദിനാരും നിന്റെ പെണ്ണുങ്ങളെ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ജോയി മാറ്റിയോ? ആ അതാക്കണേ മഞ്ഞക്കിളി. ഞങ്ങളിന്ന് ഫുള്ളൊരു മഞ്ഞ കോംബോ ആണ് കേട്ടോ. മഞ്ഞ ഫുള്ള് എല്ലാവരും മഞ്ഞ ഡ്രസ്സാണ്. ഓക്കെ, അതിന് പിന്നെ ഒരു കുറവുമില്ല. അപ്പൊ ഞങ്ങളിത് കല്യാണത്തിന് പോവാണ് കേട്ടോ. കാസർഗോഡ് നമ്മൾ പ്രാവശ്യം വന്നത് തന്നെ കല്യാണത്തിന് പോകാനും കൂടിയാണ്. ഓക്കെ, പപ്പ ആരുടെയാണ് കല്യാണം? പപ്പാന്റെ മൂത്തപ്പന്റെ മകളുടെ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഫോട്ടോ സെക്ഷനാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫോട്ടോ ആണ് വീഡിയോ ആണോ? എന്തായാലും പെട്ടെന്ന് ഇറങ്ങിയ പപ്പ പറഞ്ഞ മാതിരി സംഭവം രാത്രിയാണ് റിസപ്ഷൻ ഉള്ളത്. പക്ഷെ ലേറ്റ് ആയി ഓൾറെഡി. നിക്കാഹെല്ലാം കഴിഞ്ഞു. അപ്പൊ വരി പോപ്പാ. അപ്പൊ ഗൈസ് നമ്മള് എവിടേക്കാ പപ്പ പോയിക്കൊണ്ടിരിക്കുന്നത്? മധൂർ വഴി അല്ല, കൊല്ലംകാരൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ത്രിബോൺ റിസോർട്ട്. നമ്മളെ മാറ്റൽ എപ്പോഴും കഴിഞ്ഞില്ല. എത്ര നേരെ മാറ്റൂന്ന് അറിയാം. ട്രിബോൺ റിസോർട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ട്രിബോൺ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമുക്ക് കല്യാണം. ട്രിബോൺ ഓക്കെ, ട്രിബോൺ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ബാക്കി അവിടുത്തെ വ്ളോഗ് നമുക്ക് അവിടുന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴി കേട്ടോ. അങ്ങനെ ട്രിബോൺ റിസോർട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി അല്ല റിസപ്ഷൻ. അടിപൊളി റിസപ്ഷൻ ആണല്ലോ. ഫോട്ടോസൊക്കെ വയ്യെ കാണിച്ചു കൊടുക്കല്ലേ പത്തോ? നിങ്ങളൊക്കെ കഴിച്ചാ? ആ ഇത് സെക്കൻഡ്. നല്ല വലിയ 15 കിലോ പറഞ്ഞ എന്താണ് ചെയ്തേ? ഗോൾ കീപ്പർ
Thank you. ഡിസ്റ്റർബ് ചെയ്യുന്ന ആ സമയത്ത് കൊണ്ടാക്കണ്ടാന്ന് ഞങ്ങൾക്ക് 10 മണിയോളം ഉറങ്ങണം എന്നിട്ട് ഇപ്പൊ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. വെറുതെ നിങ്ങൾ ഡാൻസ് കളിച്ച് ഇല്ലാതാക്കണ്ട. അല്ല മൂപ്പർക്ക് ഡാൻസ് കളിക്കണേ കുട്ടീന്റെ ടെൻഷനായി. മറ്റേത് ക്യാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോട്ടെ പറയിപ്പിക്കാനായിട്ട് 2-3 കുപ്പി കൈക്കലും പിടിച്ചേക്കണ്. ഉമ്മാന്റെ കയ്യിലെന്താ? അപ്പൊ ഗൈസ് നമ്മളെ വീട്ടിലല്ല, പപ്പയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ജുബയൊക്കെ ടയേർഡായി, ഞങ്ങളെല്ലാവരും ടയേർഡായി. പക്ഷെ ഞങ്ങൾ കല്യാണത്തിന് ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പപ്പയുടെ ഫ്രണ്ട് ഇവിടെ രാത്രി കുറച്ച് ഗാനമേളും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി നമ്മൾ ചൂടാൻ പോവാണ്. പപ്പന്റെ പാട്ടുണ്ടാവും, അടിപൊളി പാട്ടായിരിക്കും. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അൺസബ്സ്ക്രൈബ് അടിച്ച് പോകുന്നോണ്ട് ഞാനത് ചാനലിൽ ഇടുന്നില്ല. വെറുതെ ഇല്ല, ഇപ്പോഴെ പപ്പനെ കാണാൻ നല്ല ഭംഗി. ഒരു സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളെ ചിരിക്കൊടുക്കാം. പാടല്ലേ പിന്നെ എല്ലാരും നിർബന്ധിക്കും പാടാൻ. ഇതവിടെ മസാല പുരട്ടി വെച്ച ചിക്കൻ, ഗ്രിൽ ചിക്കൻ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. യൂട്യൂബിലിടും, അന്നെ ഇടും യൂട്യൂബിൽ. അങ്ങനെ ഇടണം. പിന്നെ നേരെ 11 മണി ആയിക്കണ്. ഇനിയിപ്പോ ഈ നേരത്തെ ഇവിടെ ഗാനമേള എടുത്ത് ഇറങ്ങേണ്ട അയൽവാസികൾ പരാതിപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. പ്രത്യേകിച്ച് പപ്പന്റെ പാട്ടാണ്. ഹലോ സെറ്റ് ആരെ സെറ്റ്? നമ്മളെ പപ്പാടെ മൂത്ത മോനാണ് ഇന്നത്തെ നമ്മളെ ചുടൽ വിദഗ്ധനായിട്ടുള്ളത് കേട്ടോ. ആള് നേരത്തെ വീഡിയോ എടുത്തപ്പോ ഇവിടെ ഇല്ലായിരുന്നു, കോളേജിലായിരുന്നു. അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് വേറെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല എന്താണ്. ഉമ്മ കഴിക്കുമ്മ.
ഇക്ക ഇതിപ്പോ ഇവരെ നമ്മളെ ചിക്കൻ ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടോ എങ്ങനെയുണ്ട് ഇത്. എങ്ങനെയുണ്ട് നമ്മളെ നാട്ടിലത്തെ മസാല അല്ല നമ്മ ഇത് സംതിങ് വെറൈറ്റി മസാല ആണല്ലോ. വെറൈറ്റി മസാലയാണ് എന്നാ പറഞ്ഞത്. എനിക്ക് ലെഗ് പീസ് ഉണ്ടോ? ലെഗ് പീസ് ഉണ്ട്. എന്നാ ലെഗ് മതി. എവിടെ പ്ലേറ്റ്? എവിടെ? ഏതെങ്കിലും പാർസൽ പ്ലേറ്റ് ഇട്ടോളൂ. ലെഗ് പീസ് ഇട്ടോളൂ ഇട്ടോളൂ. മയണീസ് ഉണ്ട് അവിടെ. ഇട്ടോളൂ. ഈ ട്രെയിനില് മറ്റേ ഇരുട്ടായിരിക്കും. ഇപ്പൊ രാത്രി എല്ലാവരും ഇപ്പൊ ഉറങ്ങാൻ വേണ്ടിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നിൽക്കുന്നുണ്ടാവും. അത് ശരിയാണ്. കഴിഞ്ഞ ഇവിടെ തന്നെ കഴിച്ചിട്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ട്രെയിനിൽ പോവാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ട്രെയിനിൽ കയറി. എനിക്ക് ഈ ട്രെയിൻ ഭയങ്കര ഇഷ്ടമായി. ഇത് മറ്റെന്താ പറയാ, നമ്മൾ പോയപ്പോൾ ഉള്ള പോലെയല്ല. ഇത് AC ആണ്, സ്ലീപ്പറാണ്. നമുക്ക് അടിപൊളിയായിട്ട് കിടന്നിട്ട് ഉറങ്ങിയിട്ട് തന്നെ പോവാം. അവിടെ എത്തുമ്പോൾ പപ്പ അലാറം വെച്ചിട്ട് എണീക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. ഇന്നത്തെ വ്ളോഗ് കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ ദിവസങ്ങളിൽ രാവിലെ 5:30 തൊട്ടുള്ള വ്ളോഗ് ഉണ്ട്. അതായത് ഇങ്ങോട്ട് കുറേ ഉണ്ട്. എന്നാൽ തന്നെ കുറേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടാ. അതൊന്ന് പ്രത്യേകം പറയണം. കാരണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കല്യാണ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ട ആവശ്യം വന്നില്ല. അവിടെ നല്ല ഫുഡായിരുന്നു, മട്ടൻ ബിരിയാണിയും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഴിച്ചിട്ടില്ല. പകരം വീട്ടിലെത്തിയതിന് ശേഷം അവിടുന്നാണ് നമ്മൾ പിന്നെയും പപ്പൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതായത് സ്പോട്ടിലാണ് അവർ ഫുഡ് ലൈവായിട്ട് ഉണ്ടാക്കിയിട്ട് തരുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ തീരൂല. അതിലേക്കാക്ക് വേറെ ലെവലൊരു താങ്ക്സ് തന്നെ ഉണ്ട്. ഇപ്രാവശ്യത്തെ നമ്മൾ കാസർഗോഡ് വരുമ്പോൾ അത്ര അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നതായിരിക്കും. നമ്മൾ പെരുന്നാൾക്ക് ഇൻഷാ അല്ലാ AC കൊണ്ടുതന്നെ മതി. ഇത് കുലുക്കല്ലേ അല്ലേ? കുലുക്ക അറിയുന്നില്ല. പിന്നെ നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഞങ്ങൾ ചെയ്ത് നോക്കാഞ്ഞിട്ടല്ലേ വന്നപ്പോൾ നമുക്ക് ഇതിൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ പോയപ്പോൾ ഇത് റിസർവ് ചെയ്തത്, ബുക്ക് ചെയ്തത്. വന്നപ്പോൾ നമ്മൾ നോക്കിയിരുന്നു, എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.